ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ്ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കിടക്കാം. യൂണിറ്റ് ഫസ്റ്റ്, നാച്ചുറൽ സ്പ്ലെൻഡിംഗ്. പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ച് വർണ്ണിക്കുന്ന മനോഹരമായൊരു കഥാസമാഹാരമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനു മുൻപേ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്ന ഒരു തോട്ട്സ് ഉണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. ലുക്ക് ഡീപ് ഇൻ ടു നാച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. ഇവിടെ നോക്കിയേ, മനോഹരമായൊരു ചിത്രം നമുക്ക് കാണാം അല്ലേ? എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? ഒരു കാട്ടരുവിയുടെ തീരത്ത് ഒരു പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായ വൃക്ഷം കാണാം. വൃക്ഷത്തിൽ രണ്ട് മനോഹരമായ കിളികൾ ഇരിക്കുന്നത് കാണാം അല്ലേ? അതുപോലെ തന്നെ ആ അരുവിയുടെ അടുക്കൽ വന്ന് അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുനിയുന്ന രണ്ട് മാനുകളെ കാണാം. തൊട്ടിപ്പുറത്തായിട്ട് നിൽക്കുന്ന രണ്ട് മാൻകുഞ്ഞുങ്ങളെയും കാണാം അല്ലേ? അങ്ങനെ വളരെ ശാന്തസുന്ദരമായ ഒരു പ്രകൃതി നമുക്കിവിടെ കാണാം. ഇവിടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. പ്രകൃതിയിലേക്ക് ആഴത്തിൽ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാം വളരെ നല്ലതാണെന്ന്. ലെറ്റ്സ് ബിഗിൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹിയർ ഈസ് എ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്, റീഡ് ഇറ്റ് കെയർഫുള്ളി. ഇവിടെ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതും വളരെ കെയർഫുള്ളായിട്ട് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. നാച്ചുറൽസ് ഡാറ്റർ, പ്രകൃതിയുടെ പുത്രി. ചാഗൻ, ലിവിംഗ് ക്ലോസ് ടു നാച്ചർ ഈസ് ലിവിംഗ് ലൈഫ് ഇൻ ഫുൾ. Suryamani's story will definitely be an eye-opener to those who deliberately walk away from nature. Suryamani is a tribal nature activist who loves the forest and considers it as her own. She loved the forest and knew that she could do something to save it. In college, she became a part of Save the Forest movement. She went on nature walks with the children on weekends, explaining that our survival is linked with the survival of the forest. അപ്പോൾ പ്രകൃതിയെ സ്നേഹിച്ച സൂര്യമണി എന്ന് പറയുന്ന ഒരു കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എവറി വീക്കെൻഡ് അവർ കുട്ടികളുമായിട്ട് ഫോറസ്റ്റിലേക്ക് പോകുന്നതും ഫോറസ്റ്റിനെ സേവ് ചെയ്യാനുള്ള മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അതിനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഡിസ്കസ് ദിസ് with your friend and answer the following question. What is this news item about? ഈ ന്യൂസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൂര്യമണി എന്തുകൊണ്ടാണ് ഫോറസ്റ്റിനെ സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയെ സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്? ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ. ഇമാജിൻ യു ആർ ഗോയിങ് ഓൺ എ നാച്ചുറൽ വാക്ക് വിത്ത് യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറിനോടൊത്ത് നിങ്ങൾ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ ഒന്ന് നടന്നു പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് നോക്കുക. ഹൗ വുഡ് ദാറ്റ് എക്സ്പീരിയൻസ് ബി? എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ലിസ്റ്റ് ദം ബിലോ ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്. യു മേ സീക്ക് ദി ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടെ നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന കോളംസ് എല്ലാം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയിലൂടെ നടക്കുമ്പോൾ വാട്ട് കുഡ് യു സീ? നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഐ കുഡ് സീ ദ ബിഗ് ട്രീസ്, മെനി അനിമൽസ്, മെനി ബേർഡ്സ്, സ്ട്രീം ആൻഡ് ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ്. നെക്സ്റ്റ്, വാട്ട് കുഡ് യു ഹിയർ? എന്തൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത്? ദ ചിപ്പിംഗ് ഓഫ് ബേർഡ്സ്, ബേർഡ്സിൻ്റെ കരച്ചിലല്ലേ? അനിമൽ സൗണ്ട്, croaking sound of frogs, sound of stream, buzzing sound of insect. ഇതൊക്കെ നമുക്ക് പ്രകൃതിയിലൂടെ നടക്കുമ്പോൾ കേൾക്കാൻ കഴിയുന്നവയാണ്. നെക്സ്റ്റ്, വാട്ട് കുഡ് യു സെൻസ്? എന്തൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും? നോക്കൂ. ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, സ്മെൽ ഓഫ് ട്രീ ട്രങ്ക്സ്, സ്മെൽ ഓഫ് ഡാം മൂസ്, ബ്ലോയിങ് ഓഫ് വിൻഡ്, സ്മെൽ ഓഫ് ഡിഫറെൻറ്റ് ലീവ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിച്ചറിയാനും ഒക്കെ കഴിയും അല്ലേ? നെക്സ്റ്റ്, നൗ റൈറ്റ് ഇൻ എ പാരഗ്രാഫ് വാട്ട് വുഡ് യു സീ ഹിയർ സെൻസ് ഇൻ എ ഫോറസ്റ്റ്. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. നോക്കിയേ, നമ്മളിവിടെ നേരത്തെ എഴുതിയില്ലേ കോളംസിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഫോറസ്റ്റിലൂടെ നടന്നപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നാച്ചുറലിലൂടെ നടന്നപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്, കേട്ടത്, നമ്മൾ അനുഭവിച്ചത്, അതൊക്കെ നമുക്കൊരു പാരഗ്രാഫായിട്ട് എഴുതാം. അതിന് നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നോക്കൂ. ദ ഫോറസ്റ്റ് ഹംസ് വിത്ത് ലൈഫ് ഓൾ അറൗണ്ട് മീ.
I twivel about, gazing up at the canopy, searching for the birds that sing sweetly. The sun breaks through the cracks, lighting up the dirt path ahead of me, decorated with outgrown roots, white flowers, and fallen leaves that touch breathe in my bare feet. അപ്പോൾ കൂട്ടുകാരുടെ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടെ അതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതുക. നെക്സ്റ്റ് നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ലെറ്റ് us read. നമുക്ക് വായിക്കാം. Here is a boy who sets out on a trip to appreciate the beauty of nature. Where does he go? What does he see there? How does he feel? Let's find out. റഷ്കിൻ ബോണ്ട് എഴുതിയ മനോഹരമായൊരു കഥാസമാഹാരത്തിൻ്റെ ചെറിയ പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ആൺകുട്ടി അവനൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പ്രകൃതിയുടെ മനോഹാരിതയിലേക്ക് ഒരു ട്രിപ്പ് പോയി. വേർ ഡിസ് ഹി ഗോ? അവൻ എവിടേക്കാണ് പോയത്? അവൻ അവിടെ എന്തൊക്കെയാണ് കണ്ടത്? അവൻ എന്തൊക്കെയാണ് അനുഭവിച്ചറിഞ്ഞത്? ലെറ്റ് us ഫൈൻഡ് ഔട്ട്. നമുക്കത് കണ്ടുപിടിക്കാം. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. അതിനു മുന്നേ നമുക്ക് റൈറ്ററിനെ പരിചയപ്പെടാം. റഷ്കിൻ ബോണ്ട് 1934 is an Indian writer who writes in English. ഇംഗ്ലീഷിലെ ഇന്ത്യൻ റൈറ്ററാണ് റഷ്കിൻ ബോണ്ട് എന്ന് പറയുന്നത്. He has written novels and poems and is known as mostly for his contribution to the children's literature. He has more than 500 short stories to his credit. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൊയംസും നോവൽസുകളും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറിയൊക്കെ എഴുതുന്നതാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. അദ്ദേഹം 500 അതായത് 500-ലധികം ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. 1934 അദ്ദേഹം ജനിക്കുന്നത്. നമുക്ക് നോക്കാം. ഹൗ ഫാർ ഈസ് ദ റിവർ? നദി എത്ര അകലെയാണ്? പാഠഭാഗത്തേക്ക് കിടക്കാം. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് റിവർ stood a mountain. The boy was young and the river was small, but the mountain was big. ആ ആൺകുട്ടിക്കും നദിക്കും ഇടയിലായിട്ട് ആ പർവ്വതം അങ്ങനെ ഉയർന്നു നിൽക്കുകയായിരുന്നു. ആ ആൺകുട്ടി എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞുകുട്ടിയാണ്. ആ നദി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പക്ഷേ ആ മൗണ്ടെയിൻ, ആ പർവ്വതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. The thickly forested mountain hid the river. ആ പച്ചപ്പാർന്ന അല്ലെങ്കിൽ വളരെ കട്ടിയായി കിടന്നിരുന്ന ആ മൗണ്ടെയിൻ, ആ പർവ്വതം ആ നദിയെ മറച്ചിരുന്നു. ഹിഡേക, മറയ്ക്കുക. ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദെയർ. പക്ഷേ ആ കുട്ടിക്ക് അറിയാമായിരുന്നു, ആ ആൺകുട്ടിക്ക് അറിയാമായിരുന്നു അത് വളരെ അടുത്താണ്. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്. അവൻ അവൻ്റെ കണ്ണുകൾ കൊണ്ട്, അവൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവൻ ഒരിക്കലും ആ നദിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഫ്രം ദി വില്ലേജസ് ഹി ഹിയർഡ് ഓഫ് ഇറ്റ്. പക്ഷേ അവിടെയുള്ള വില്ലേജസ് അല്ലെങ്കിൽ അവൻ്റെ ഗ്രാമവാസികളിൽ നിന്നും അവൻ ആ നദിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഓഫ് ദി ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടർ ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. ആ നദിയിലുള്ള ഫിഷ്, മീനുകളെക്കുറിച്ചും റോക്സ്, പാറകളെക്കുറിച്ചും അല്ലെങ്കിൽ ചെറിയ ചെറിയ കല്ലുകളെക്കുറിച്ചുമൊക്കെ അവൻ ഒത്തിരി കേട്ടിട്ടുണ്ടായിരുന്നു. ഹി വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ, ഐ നോ ഇറ്റ്സ് പേഴ്സണലി. അവന് ഒത്തിരി ആഗ്രഹമായിരുന്നു. എന്തിനായിരുന്നു ആഗ്രഹം? ടു ടച്ച് ദി വാട്ടർ, ആ വെള്ളത്തിലൊന്ന് തൊടണം. എന്നിട്ടെന്താ? നോ ഇറ്റ് പേഴ്സണലി. ഈ വില്ലേജേഴ്സൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് സ്വന്തമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കാൻ അവന് ഒത്തിരി ആഗ്രഹമായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആക്ടിവിറ്റീസ് സൈഡിൽ എഴുതി കാണിക്കും. അതിൻ്റെ ആൻസേഴ്സും എഴുതി പോകുന്നുണ്ട്, നോക്കി എഴുതിക്കൊള്ളുക കേട്ടോ. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടെയിൻ. അവൻ എന്ത് ചെയ്തു? അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്നു. ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടെയിൻ. ആ മൗണ്ടെയിൻ്റെ, ആ പർവ്വതത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഹില്ലിൻ്റെ ഫ്രണ്ടിലായിട്ട് അവൻ നിൽക്കുകയാണ്. ആൻഡ് ഗാസ്ഡ് അക്രോസ് ദ വാലി ഡ്രീമിങ് ഓഫ് ദി റിവർ. ഹി വാസ് അബൌട്ട് 12 years ഓൾഡ്. അവനെന്ന് പറഞ്ഞാൽ അവൻ്റെ ഡ്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിവർ കാണുക എന്നുള്ളതാണ് അവൻ്റെ ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ, അവൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. ഹി വാസ് അബൌട്ട് 12 years ഓൾഡ്. അവനൊരു 12 വയസ്സേ ഉള്ളൂ. എ സ്റ്റാഡി ബോയ് with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stone and cool grass.
അപ്പോൾ ഈ ആൺകുട്ടിയുടെ ക്യാരക്ടറാണ് ഇവിടെ പറയുന്നത്. ക്യാരക്ടർ ഓഫ് ദ ബോയ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൻസർ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആ കുട്ടിക്ക് 12 വയസ്സ് മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് ഹെയർ ആണ്. അതുപോലെ തന്നെ നല്ല തിളങ്ങുന്ന കറുത്ത കണ്ണുകൾ അവനുണ്ട്. അതുപോലെ തന്നെ ക്ലിയർ ബ്രൗൺ സ്കിന്നാണ് അവൻ്റെ ശരീരം. അതുപോലെ കൈകളും കാലുകളും ഒക്കെ റഫും സ്ക്രാച്ചുമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി പിടിച്ചും അങ്ങനെ വികൃതിയായ ഒരു കുട്ടി എന്നാണ് ഇതിനെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. ഹി വാസ് ബെയർ ഫൂട്ടഡ്. അവനാണെങ്കിൽ ചെരുപ്പൊന്നുമില്ല, അവൻ ചെരുപ്പിടാതെയാണ് നടക്കുന്നത്. നോട്ട് ബിക്കോസ് ഹി കുഡിൻ അഫോർഡ് ഷൂസ്. അവന് ഷൂസ് വാങ്ങിക്കാൻ കഴിയാത്ത കുട്ടിയൊന്നും അല്ല, അവന് നല്ല ക്യാഷൊക്കെ ഉണ്ട്. ബട്ട് ബിക്കോസ് ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺ ആൻഡ് കൂൾ ഗ്രാസ്. പക്ഷേ അവന് ഒത്തിരി ആഗ്രഹമായിരുന്നു ഈ കാൽപാദങ്ങൾ കൊണ്ട് അവിടെയുള്ള ആ ചൂടുള്ള കല്ലുകളിലും അതുപോലെ തന്നെ തണുത്ത പുല്ലിലുമൊക്കെ ഒന്ന് ചവിട്ടി നടക്കണം, ഗ്രാസിലൊക്കെ ഒന്ന് ചവിട്ടി നടക്കണമെന്ന് അവന് ഒത്തിരി ആഗ്രഹമായിരുന്നു. ഇറ്റ് വാസ് 11 o'clock and he knew his parents wouldn't return home till evening. അപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ടാകും. അവന് മനസ്സിലാക്കി അവൻ്റെ പാരൻസ്, അവൻ്റെ അച്ഛനും അമ്മയും തിരികെ വീട്ടിൽ വൈകിട്ട് എത്തത്തില്ല എന്നവൻ മനസ്സിലായി. There was a loaf of bread he could take with him. അവൻ കുറച്ച് ബ്രെഡ് അറിയാലോ അല്ലേ, നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ആ ബ്രെഡിൻ്റെ പീസ് കുറച്ചെടുത്തു. And on the way he might find some fruits. അപ്പോൾ അവൻ വിചാരിച്ചു പോകുന്ന വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുമല്ലോ, അതൊക്കെ കഴിക്കാം. Here was the opportunity he had waited for. അപ്പോൾ ഇതാണ് പറ്റിയ അവസരമെന്നവന് മനസ്സിലായി. His mother and father had gone to visit relatives for the entire day and had left him on his own. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ റിലേറ്റീവ്സിനെ കാണാനായിട്ട് അന്ന് മുഴുവനായിട്ട് പോവുകയായിരുന്നു. പക്ഷെ അവർ തിരിച്ചെത്തുന്നതിന് മുന്നേ തന്നെ ഇവനെന്ത് ചെയ്യണം, തിരികെ വരണം. If he came home before dark, before they returned. രാത്രിയാകുന്നതിന് മുന്നേ തന്നെ ഈ കുട്ടിക്ക് തിരികെ വീട്ടിലേക്ക് എത്തണം. അതുപോലെ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും തിരികെ എത്തുന്നതിന് മുന്നേയും അവന് വീട്ടിലെത്തണം. They wouldn't know where he had been. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെത്തുന്നതിന് മുന്നേ വീട്ടിലെത്തേണ്ടത്? അപ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല അവനിവിടെ പോയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ അവൻ നദി കാണാൻ പോയ കാര്യം വീട്ടുകാർക്ക് മനസ്സിലാവില്ല എന്ന് അവനറിയാം. നെക്സ്റ്റ്, ഹി വെൻറ്റ് ഇൻ ടു ദി ഹൗസ് ആൻഡ് റാപ്പഡ് ദ ലോഫ് ഇൻ എ ന്യൂസ് പേപ്പർ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെഡിൻ്റെ പീസ് അവൻ ന്യൂസ് പേപ്പറിൽ വെച്ച് പൊതിഞ്ഞു. ദെൻ ഹി ക്ലോസ്ഡ് ഓൾ ദി ഡോർസ് ആൻഡ് വിൻഡോസ്. എന്നിട്ട് അവൻ എല്ലാ വിൻഡോസും, എല്ലാ ജനാലകളും എല്ലാ ഡോറുകളും വാതിലുകളും അടച്ചു. The path to the river dropped steeply into the valley, then rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen, and mule drivers, but there were no villages beyond the mountain or near the river. അപ്പോൾ ഈ കുട്ടി ഒറ്റയ്ക്കാണ് കാട്ടിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആ അരുവി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അവന് നിശ്ചയമായി വഴിയൊന്നും അറിയത്തില്ല. അപ്പോൾ അവന് വില്ലേജേഴ്സിനോടും അറിയാവുന്നവരോട് ചോദിച്ചാൽ മാത്രമേ അവന് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അവൻ ഫസ്റ്റായിട്ട് ഒരാളെ കാണുകയാണ്. ആരെയാണ്? ഒരു വുഡ് കട്ടർ. The boy passed a woodcutter and asked him how far it was to the river. ആ ആൺകുട്ടിയെ കടന്ന് ഒരു വുഡ് കട്ടർ മീൻസ് മരം വെട്ടുകാരൻ പോയി. അപ്പോൾ അദ്ദേഹത്തോട് ഈ കുട്ടി ചോദിക്കുകയാണ് ആ റിവറിന് അടുത്തേക്ക് എത്ര ദൂരമുണ്ട്. ദ വുഡ് കട്ടർ വാസ് ദ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ. അദ്ദേഹം വളരെ കുഞ്ഞനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു ആ വുഡ് കട്ടർ. വിത്ത് creased and with-fed face and muscles that stood out in hard, ugly lumps. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ പറഞ്ഞത്. 7 miles, he said. അദ്ദേഹം പറയുകയാണ് 7 മൈലാണ് അവിടെ പോകാനായിട്ടുള്ള ദൂരം അദ്ദേഹം പറഞ്ഞു. Which was fairly accurate. Why do you want to know? അപ്പോൾ നീ ഇതെന്തിനാണ് അറിയാനായിട്ട് ശ്രമിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്. I am going to the river, said the boy. അപ്പോൾ ആ കുട്ടി പറയുകയാണ് ഞാൻ എവിടെ പോവാണ്? ഞാൻ ആ നദിയിലെ അടുത്തേക്ക് പോവാണ്, നദി കാണാനായിട്ട് പോവാണ്. Alone? ഒറ്റയ്ക്കാണോ? Of course, തീർച്ചയായിട്ടും ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ കുട്ടി പറയുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. മരമെട്ടുകാരനുമായിട്ടുള്ള സംഭാഷണ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, but it is too far
അപ്പോൾ മരം വെട്ടുകാരൻ പറയുകയാണ്, പക്ഷേ അത് ഒത്തിരി ദൂരെയാണ്. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദെയർ. 3 മണിക്കൂർ നടന്നാൽ മാത്രമേ അതിനെ ഒന്ന് കാണാനായിട്ട് കഴിയത്തുള്ളൂ. ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്. അപ്പോൾ നീ തിരിച്ചു വരാനുള്ള സമയമാകുമ്പോഴത്തേനും ഇവിടെയെല്ലാം ഇരുട്ട് പരന്നിരിക്കും, അല്ലെങ്കിൽ രാത്രിയാക്കും. ബിസൈഡ്സ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. അങ്ങോട്ടുള്ള വഴികളൊന്നും പാതകളൊന്നും ഈസി അല്ല. ബട്ട് ഐ ആം ഗുഡ് വാക്കർ സെഡ് ദ ബോയ്. അപ്പോൾ ആൺകുട്ടി പറയാണ്, പക്ഷെ ഞാനൊരു നല്ല നടത്തക്കാരനാണ്, ഞാൻ നന്നായിട്ട് നടക്കും. ത്രൂ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. അപ്പോൾ ജസ്റ്റ് 1 മൈൽ പോലുമില്ല അവൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത്. അത്രയും ദൂരം മാത്രമാണ് അവൻ നടന്നുകൊണ്ടിരുന്നത്, അല്ലേ? The path was steep and the boy had to run most of the time. It was a dizzy, winding path and he slipped once or twice. അപ്പോൾ ആ വഴികളെന്ന് പറഞ്ഞാൽ വളരെ വഴുവഴുപ്പുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ ഓടിയൊന്നും പെട്ടെന്ന് പോകാൻ പറ്റാത്തുള്ള ഒരു സ്ഥലമാണ്. 1-2 തവണയൊക്കെ അവ ഒന്ന് സ്ലിപ്പായി. The hill was covered with lush green ferns. അവിടെയുള്ള ആ പർവ്വതം അല്ലെങ്കിൽ ഹില്ല് മുഴുവനായിട്ടും പച്ച ഫേൺസ് കൊണ്ട്, ചെറിയ ചെറിയ പച്ച പായലുകൾ കൊണ്ട് കവറാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പൊതിഞ്ഞിരുന്നു. The trees were wounded in creepers and a great wild dahlia suddenly golden head from the leaves and ferns. Soon the boy was in the valley. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കുട്ടി എവിടെ എത്തി? വാലി, താഴ്വരയിലെത്തി. ആൻഡ് ദ പാത്ത് സ്ട്രെയിറ്റഡ് ഔട്ട് ആൻഡ് റോസ്. അപ്പോൾ ആ ബോയ് താഴ്വരയിലെത്തി. അവിടെയുള്ള ആ പാതയിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാതയായിരുന്നു കേട്ടോ. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി അവൻ കണ്ടു. She held a long carved knife with which she had been cutting grasses. The bangles she wore made music when she moved her hands. അപ്പോൾ ആ പെൺകുട്ടി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവളുടെ കയ്യിലുണ്ടായിരുന്ന കൗഡായിട്ടുള്ള ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു നൈഫ് കൊണ്ട് അവൾ ആ ഗ്രാസിനെയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതിയിൽ അവളുടെ കൈകളിൽ കിടന്ന വളകളും അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. And it was through he hand spoke a language of their own. How far is it to the river? asked the boy. അപ്പോൾ ആ പെൺകുട്ടിയോടും ആ കുട്ടി അത് തന്നെ ആവർത്തിച്ചു. ആ റിവറിൻ്റെ അടുത്തേക്ക് എത്ര ദൂരമുണ്ട്? The girl obviously never been to the river, or she may have been thinking of another one. അപ്പോൾ ആ കുട്ടി പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ കുട്ടിക്ക് അറിയില്ല. അവൾ എന്ത് ചെയ്തു? മറ്റെന്തോ കാര്യം അവൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ബിക്കോസ് ഷീ സെയ്ഡ്, എന്തായിരുന്നാലും അവൾ പറയുകയാണ് 20 miles. എത്രയുണ്ട്? 20 മൈൽ ദൂരമുണ്ടെന്ന് പറയുകയാണ്. വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. ഒരു ഇതുമില്ലാതെ ആ കുട്ടി പറയുകയാണ് 20 മൈൽ ദൂരമുണ്ടെന്ന് പറഞ്ഞു. ദ ബോയ് ലാഫ്ഡ് ആൻഡ് റൺ ഡൗൺ ദി പാത്ത്. ആ ആൺകുട്ടി ചിരിച്ചതിന് ശേഷം താഴേക്ക് കാണുന്ന വഴിയിലൂടെ ഓടിപ്പോയി. A parrot suddenly screeched low over his head. ഒരു തത്തമ്മ അപ്പോൾ തന്നെ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ ചിലച്ചുകൊണ്ടിങ്ങനെ പറന്നുപോയി. A flash of red and green, the bird disappeared amongst the trees. അപ്പോൾ ഒരു റെഡ് കളറും ഗ്രീൻ കളറുമായിട്ടൊരു ഫ്ലാഷ് പോകുന്നത് പോലെ പെട്ടെന്ന് തന്നെ ആ വലിയ ചെടികളുടെ മറവിലേക്ക് ആ കിളി എന്ത് ചെയ്തു? അപ്രത്യക്ഷമായി തീർന്നു. എ ട്രിങ്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദി ഹിൽ സൈഡ് ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. അപ്പോൾ ആ ഹിൽ സൈഡിൽ നിന്ന്, പർവ്വതത്തിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ആ വെള്ളത്തിൻ്റെ ആ ശബ്ദം അവൻ കേട്ടു. ആ കുട്ടി അവിടെ നിന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വെള്ളം കുടിക്കാനായിട്ട്. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ്. ആ വെള്ളം വളരെയധികം തണുത്തതായിരുന്നു. ബട്ട് വെരി റീഫ്രഷിങ്. വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളമായിരുന്നു അത്. ഹവർ ഇറ്റ് സീംഡ് ടു ഹാവ് ദ എഫക്റ്റ് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി. അവൻ ഒത്തിരി ദാഹത്തോടുകൂടെ ആ വെള്ളം എന്ത് ചെയ്തു? കുടിച്ചു. Then sun was trickling his side of the hill and the dusty path became hotter. അപ്പോൾ ആ ഹില്ലിൻ്റെ ഭാഗത്തേക്ക് സൂര്യൻ എത്തി നോക്കി, അല്ലെങ്കിൽ സൂര്യൻ വരാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ നല്ല തണുപ്പായിരുന്ന ആ പാതകളെല്ലാം തന്നെ
ഹോട്ടാവാൻ തുടങ്ങി, ചൂട് പിടിക്കാൻ തുടങ്ങി. ദ സ്റ്റോൺസ് ക്രോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. അപ്പോൾ ആ ചൂടുള്ള കല്ലുകളൊക്കെ ആ കുട്ടിയുടെ കാൽപാദത്തിൽ വന്ന് തട്ടാൻ തുടങ്ങി. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് വേ. ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ അവർ. Presently he saw another boy ahead of him driving a few goats down the path. അപ്പോൾ പെട്ടെന്ന് പ്രസൻ്റ്ലി ആ ഒരു അറ്റ് ദ ടൈമിൽ അവൻ മറ്റൊരു കുട്ടിയെ കണ്ടു. ഒരു ആൺകുട്ടിയാണ് കേട്ടോ. അവനാണെങ്കിൽ കുറച്ച് ഗോഡ്സിനെയൊക്കെ, അതായത് ആടുകളെ മേയിച്ചുകൊണ്ട് ആ വഴിയിലൂടെ വരികയായിരുന്നു. അവനോടും സെയിം ക്വസ്റ്റ്യൻ ഹി വിൽ ആസ്ക്ഡ്. അവൻ ചോദിക്കുകയാണ്, ഹൗ ഫാർ ഈസ് ദ റിവർ ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു, ആ നദിയില്ലേ അത് എത്ര ദൂരമാണുള്ളത്? ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് സെറ്റ്. അപ്പോൾ ഇതൊരു വില്ലേജ് ബോയ് ആണ്. അപ്പോൾ ആ കുട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് അവനോട് പറയുകയാണ്, ഓ നോട്ട് ഫാർ, ഓ ദൂരെയൊന്നുമല്ല. ജസ്റ്റ് റൗണ്ട് ദി നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രെയിറ്റ് റൗണ്ട്. എന്താണ് ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ, അടുത്ത ഹില്ല് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ഡൗൺ, താഴേക്ക് നേരെ ചെന്നാൽ മതി. ദ ബോയ് ഫീലിംഗ് ഹംഗ്രി. ആ കുട്ടിക്ക് എന്ത് ചെയ്തു? ഒത്തിരി വിശന്നു. അൺറാപ്പഡ് ഹിസ് ലോഫ് ആൻഡ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇൻ ഹിസ് ഹൗസ്, ഓഫറിംഗ് ഓൺ പോർഷൻ ടു ദ വില്ലേജ് ബോയ് ദ സാറ്റ് ഓൺ ദ ഹിൽ സൈഡ് ആൻഡ് അറ്റ് ദി സൈലൻസ്. ആ ഒരു നിശബ്ദതയിലിരുന്ന് ആ വില്ലേജ് ബോയ്ക്കും കൊടുത്ത് അവൻ വീട്ടിൽ നിന്ന് കരുതിയ ആ ഒരു പീസ് ബ്രെഡ് കഴിച്ചു. വെൻ ദി ഹാഡ് ഫിനിഷ്ഡ്, അത് കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ദി വാക്ക്ഡ് ഓൺ ടുഗദർ ആൻഡ് ബിഗിൻ ടോക്കിംഗ് ആൻഡ് ടോക്കിംഗ്. ഇപ്പോൾ സംസാരിച്ച് അവരെന്ത് ചെയ്തു? തമ്മിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ദ ബോയ് ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്മാർട്ടിംഗ് ഓഫ് ഹിസ് ഫീറ്റ് ആൻഡ് ദി ഹീറ്റ് ഓഫ് ദ സൺ ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ് and the distance he had yet to cover, but after some time his companion had to discourage along another path and the boy was once more on his own. He missed the village boy, he could not be seen. അപ്പോൾ മറ്റൊരു വഴി കണ്ടു. ആ വഴിയിലേക്ക് വില്ലേജ് ബോയ് കയറിപ്പോയി. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ വഴിയെ പോകണ്ടേ, ആ കുട്ടി അങ്ങ് പോയി. പിന്നെ ആ വില്ലേജ് ബോയെ അവന് കാണാതെ ആയി. പിന്നെ അവൻ ഒരിക്കലും ആ കുട്ടിയെ കണ്ടില്ല. His own home was also hidden from view by the side of the mountain. അവൻ്റെ വീടും എന്ത് ചെയ്തു? അവൻ്റെ വീടിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഇതിൽ നിന്ന്, ആ വ്യൂവിൽ നിന്ന്, അതല്ലെങ്കിൽ അവൻ്റെ കാഴ്ചയിൽ നിന്ന് അത് മറഞ്ഞു. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് ചെയ്ത്. പക്ഷേ ആ നദി അവൻ്റെ കാഴ്ചയിലെങ്ങും പെട്ടില്ല. ഹി ബിക്കെയിം ടു ഫീൽ ഡിസ്കറേജ്ഡ്. അവന് ഒത്തിരി ഒരു ഫീല് ഡിസ്കറേജ് ആയിപ്പോയി. അവനെന്ത് ചെയ്തു? ഡെസ്പായിപ്പോയി. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്. ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ. He was determined to see the river. He walked on along the hot, dusty stone path, past mud huts and terraced fields until there were no more fields or huts, only forest and sun and loneliness. അവൻ ആ ചൂടിലൂടെ അങ്ങനെ പല പല പാതകളിലൂടെ, ഡസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ സ്റ്റോണി പാത്ത്, കല്ലുകൾ നിറഞ്ഞ വഴികൾ, അതുപോലെ ചെളികൾ നിറഞ്ഞ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള, അതുപോലെ ഫീൽഡ്സുകൾ, വയലുകൾ, ഇങ്ങനെ തുടങ്ങി ഓരോ സ്ഥലങ്ങളിലൂടെ അവൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഫോറസ്റ്റും സൂര്യനും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവന് കാണാൻ കഴിയുന്നുള്ളൂ. നൗ ദേർ വാസ് നോ മാൻ. ഇപ്പോൾ കുട്ടി എത്തിയിരിക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യജീവിയുമില്ല. അതുപോലെ തന്നെ എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്, മനുഷ്യനുണ്ടായിരുന്നതായിട്ട് പോലും ഒരു സൈൻ, ഒരു സിമ്പൽ പോലും അവിടെ ഇല്ല. ഓൺലി ട്രീസ് ആൻഡ് റോക്സ് ആൻഡ് ബ്രാമ്പിൾസ് ഓഫ് ആൻഡ് ഫ്ലവേഴ്സ്, ഓൺലി സൈലൻസ്. എന്തൊക്കെയാണ് ഉള്ളത്? ട്രീസ് ഉണ്ട്, വളരെ വലിയ വലിയ വൃക്ഷങ്ങളുണ്ട്. അതുപോലെ തന്നെ റോക്സ്, പാറകൾ, ബ്രാമ്പിൾസ് ആൻഡ് ഫ്ലവേഴ്സ്, ഒത്തിരി നല്ല വലിയ പൂക്കളുണ്ട്. പിന്നെ ഉള്ളത് സൈലൻസ്, ഒന്നുമില്ല, നിശബ്ദത മാത്രം. ദ സൈലൻസ് വാസ് ഇംപ്രസീവ് ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. It was different from the silence of a room of street. It was the silence of space, of the unknown, the silence of God. അപ്പോൾ ഒരു സൈലൻസ് മാത്രമാണ് അവിടെ ആ കാട്ടിനുള്ളിൽ അവൻ അനുഭവപ്പെട്ടത്. Then as the boy rounded a sharp bend, the silence broke into sound, a sudden roaring sound, the sound of the river. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ
സൈലൻസിനെ അല്ലെങ്കിൽ ആ ഒരു നിശബ്ദതയെ ബ്രോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഭേദിച്ചുകൊണ്ട് ഒരു സൗണ്ട് അവൻ കേട്ടു. എ സഡൻ റോയറിങ് സൗണ്ട്, ഒരു അലർച്ചയുടെ സൗണ്ട്. എന്താ അലർച്ച? ദ സൗണ്ട് ഓഫ് ദ റിവർ, ആ നദിയുടെ ശബ്ദം. ഫാർ ഡൗൺ ഇൻ ദ വാലി, എവിടെ നിന്നാണ്? ആ താഴ്വരയിൽ നിന്ന് താഴേക്ക്. ദ റിവർ ട്രാമ്പിൾ ഓവർ ദ റോക്സ്, എങ്ങനെയാണ്? ആ വലിയ വലിയ പാറകളുടെ ഇടയിൽ നിന്ന്. ദ ബോയ് ഗാസ്പ്ഡ് ആൻഡ് ബിഗെയിൻ ടു റൺ, അവൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? ഓടാൻ തുടങ്ങി. അവൻ വളരെ എക്സൈറ്റഡ് ആയി. ഹി സ്ലിപ്ഡ് ആൻഡ് സ്ട്രംബിൾഡ്, അവൻ എന്ത് ചെയ്തു? സ്ലിപ്പായി, അവൻ താഴെ വീണു. ബട്ട് സ്റ്റിൽ ഹി റൺ, അവൻ ചാടി എഴുന്നേറ്റു, അവൻ ഇവിടുന്ന് ഓടാൻ തുടങ്ങി. ദെൻ ഹി വാസ് ആക്ച്വലി ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. അപ്പോൾ എന്ത് ചെയ്തു? അവൻ നേരെ ഓടി ആ കോൾഡ് മൗണ്ടൻ വാട്ടറിൻ്റെ അടുത്തേക്ക് എത്തി. ആ വാട്ടർ, ആ വെള്ളം എങ്ങനെയുള്ളതായിരുന്നു? ബ്ലൂ ഇൻ കളർ, അതെ, നീല നിറമായിരുന്നു അല്ലേ? അതോടൊപ്പം തന്നെ വൈറ്റ്, ഓൾസോ വൈറ്റ് ആൻഡ് വണ്ടർഫുൾ, വളരെ മനോഹരമായി നീലയും വെള്ളയും കലർന്ന വെള്ളച്ചാട്ടം അവൻ കണ്ടു. റഷ്കിൻ ബോണ്ട് എഴുതിയ മനോഹരമായൊരു കഥാസമാഹാരമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഇതിൻ്റെ സമ്മറി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പാഠമൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിതിൻ്റെ സമ്മറി കൂടെ നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ സമ്മറി കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരി ഈ സമ്മറി ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് പാഠഭാഗത്തിൽ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, you are read that story. How far is the river? Haven't you? Now try to remember the story and complete the following suitability. അപ്പോൾ ഇത് നമുക്ക് suitable ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ്, how far is the river? The sentence that impressed you the most, the bangle she wore made music when they moved her hands, and it was as though the hands spoke a language of the air. Next, the moment you enjoyed the most, when the boy touched his ankle deep in the painfully cold mountain water. Next, the character who touched your heart, the boy, the woodcutter, the village boy, and the girl. Next, the pictures that flashed through your mind. Answer, the picture of the mountain, small river flowing behind it, the boy walking through the steep path, the boy meeting the woodcutter, the boy meeting the girl, and also the boy meeting the village boy. Next question നോക്കാം. Here are the thoughts of a boy after his natural walk. Read it. Recently, I visited a mountain valley, the magnificent valley of Kashmir. It was surrounded by snow-capped lovely mountains, which made it a land of springs and beautiful lakes. For a moment, I wondered whether I was in heaven. Really, Kashmir is a land of paradise. First question നോക്കാം. A. Identify the words or perhaps he uses to express his thoughts. Write them down. Answer നോക്കാം. Magnificent, snow-capped, land of spring, heaven, land of paradise. Next, third question. The boy who goes in search of the river feels discouraged when he misses the village boy. He looks up and down the mountain path but sees no one. His own home is hidden from view by the side of the mountain, and the river is not in sight either. He wishes someone were with him. What would be the thoughts at them? Answer നോക്കാം. I'm alone. I don't see the village boy here. He was with me for some time. I feel restless and little bit confused. I don't know how to go to the river. I can see the river nearby. My hope of finding the river has been dashed. I can see my house from here. It is opposite the mountain. I don't see anyone guide me properly. It is terrible feeling to be here alone. I am pretty sure that we'll reach the river. Next നോക്കാം. The following are the description of a path to the hill. Read them. A, B എന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിസ്ക്രിപ്ഷൻ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്? ഏത് ഡിസ്ക്രിപ്ഷനാണ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നത്? ലിസ്റ്റ് ദ വേർഡ്സ് വിച്ച് ആഡ് ഗ്രേറ്റസ്റ്റ് എഫക്റ്റ് ടു ദി ഡിസ്ക്രിപ്ഷൻ. തേർഡ്, ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ പ്ലേസ്. ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് എ ഡിസ്ക്രിപ്ഷനാണ് മോസ്റ്റ് പവർഫുൾ ആയിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ, ഡിസി, വൈൻഡിങ്, ലഷ് ഗ്രീൻ.
trees wound with the creepers, golden head trickles of water, cold and sharp. Third question answer, steep, dizzy, windy. Fifth question, imagine that after several years, the boy visited the place again. He notices that the place has changed a lot. He had become a tourist spot now. What could be the changes? Describe the changes in the place in your own words. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി അവിടെ വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? നിങ്ങളുടെ വാക്കുകളിൽ അത് എഴുതുക. ആൻസർ നോക്കാം. ഐ വാസ് ഹാപ്പി ടു വിസിറ്റ് ദ ടൂറിസ്റ്റ് സ്പോട്ട് അഗെയിൻ. ഹി വാസ് astonished to see the huge blindness flats to accommodate the tourist. The place had completely changed. Now it had become a huge city with a lot of modern facilities. The city is busy with the huge traffic. Roads have become widened. The city has gotten new face, everything worn a new look and fashion. We can't see the old buildings there. Many new buildings have become there. Old park has been converted into big factories. Many new showrooms come into their place. Unbelievable changes happen to many things. People flock to the city for shopping and sightseeing. Next, sixth question നോക്കാം. The boy noticed a few placards and posters with the slogans written by the loves of nature. Read the slogans. രണ്ട് slogans ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിക്കാം. Save trees, save water. Save trees, help us breathe. Now write two other slogans on the need of കൺസർവ് നേച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് സ്ലോഗൻസ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. പ്ലാന്റ് ട്രീസ്, ലിവ് ലോങ്ങർ. നെക്സ്റ്റ് നോക്കാം. ഗ്രോ ട്രീസ്, സേവ് ദ ലൈഫ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ പോസ്റ്റർ അഗെയിൻസ്റ്റ് ഡിഫോറൻറ്റൈസേഷൻ. ഡിഫോറൻറ്റൈസേഷനെതിരായിട്ടുള്ള ഒരു പോസ്റ്റർ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്, സ്റ്റോപ്പ് ഡിഫോറൻറ്റൈസേഷൻ, സേവ് നേച്ചർ. ഡു നോട്ട് കട്ട് ട്രീസ്, നോ ട്രീസ് നോ മാൻ. ഇപ്പോൾ ഒരു മനോഹരമായ പോസ്റ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് യു സീ ഇൻ ദി പോസ്റ്റർ. ഈ പോസ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്? റൈറ്റ് ഇൻ ദി ബോക്സസ് ഗിവൻ ബിലോ. ഈ ബോക്സിൽ എഴുതുക. ടൈറ്റിൽ എന്തായിരുന്നു? യെസ്, ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. ഇലുസ്ട്രേഷൻ, യെസ്, സ്റ്റോപ്പ് ഡിഫോറൻറ്റൈസേഷൻ. സ്ലോഗൻ എന്തായിരുന്നു? ഡു നോട്ട് കട്ട് ട്രീസ്. ഇൻസ്ട്രക്ഷൻ എന്താ? സേവ് നേച്ചർ. മെസ്സേജ് എന്തായിരുന്നു? നോ ട്രീസ് നോ മാൻ. Next, imagine that the Nature Club of your school is going to conduct a poster making competition in connection with the World Environmental Day. Prepare a poster for the competition. അപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്നാണ് ജൂൺ 5th. അപ്പോൾ അന്നത്തേക്ക് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആദ്യം പോസ്റ്ററിൻ്റെ പേര് എഴുതാം, അതുപോലെ തന്നെ മനോഹരമായ ചിത്രങ്ങൾ. പോസ്റ്റർ എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, ഇല്ലുസ്ട്രേഷൻ കൊടുക്കാം, അതിൽ നിന്നുള്ള യൂസസ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൂട്ടുകാർക്ക് കൊടുക്കാം. പിന്നെ മനോഹരമായ ചിത്രങ്ങളും അതിൽ ഉൾപ്പെടുത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി ബോയ് ഇൻ ദി സ്റ്റോറി ഹൗ ഫാർ ഇസ് ദ റിവർ. ഹൗ ഫാർ ഇസ് ദ റിവർ എന്ന് പറയുന്ന ആ സ്റ്റോറിയിലെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വായിച്ച് തന്നെയാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ നോക്കൂ. എ, വാട്ട് ആർ ദി വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി ബോയ്. ആ കുട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ വിവരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വാക്കുകളാണ് ഈ ഒരു ഭാഗത്തിനുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. സ്റ്റഡി, ഹെയർ എന്താണ്? അൺടൈഡി ബ്ലാക്ക്, ഐസ് ഷൈനിങ് ഓർ ബ്ലാക്ക്, സ്കിൻ ക്ലിയർ ബ്രൗൺ, ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ബോയ് മീറ്റ്സ് എ ഗേൾ ഓൺ ഹിസ് വേ ടു ദ റിവർ. ഡിസ്ക്രൈബ് ദ ഗേൾ വിത്ത് റെഫറൻസ് ടു ദി ഫോളോയിങ്. റൈറ്റ് ഇറ്റ് ബിലോ. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ അവൻ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതൂ. The girl held a long curved knife and wore bangles. She seemed careless or sad. She gave the boy wrong information about the distance to the river. She doesn't have a helping mind. ഓക്കെ, ആ കുട്ടിയുടെ അപ്പിയറൻസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ലെറ്ററാണ്. എല്ലാ എക്സാമുകളിലും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇതെന്തായാലും കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക. 9th question. Here is a letter written by Anushka. Anushka എഴുതിയ ഒരു ലെറ്ററാണ്. റീഡ് ആൻഡ് ഫൈൻഡ് ഹൗ അനുഷ്ക ഹാസ് ഓർഗനൈസ്ഡ് ഹർ ലെറ്റർ. എങ്ങനെയാണ് അവൾ എഴുതിയതെന്ന് ഒന്ന് നോക്കുക. ഫസ്റ്റ് സെൻഡേഴ്സ് അഡ്രസ്സ്. ആരാണോ കത്ത് എഴുതുന്നത്, ലെറ്റർ എഴുതുന്നത്, അവരുടെ അഡ്രസ്സാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. കണ്ടോ?
നെക്സ്റ്റ് കൊടുക്കുന്നത് സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ മീൻസ് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഡിയർ അമ്മു അല്ലെങ്കിൽ ഹായ് അമ്മു. മിക്കവാറും എല്ലാ കത്തുകളിലും ഡിയർ അമ്മു അല്ലെങ്കിൽ ഡിയർ ചേർത്തായിരിക്കും നമ്മൾ എഴുതുക. ഡിയർ പാരൻസ്, അതുപോലെ തന്നെ ഡിയർ മദർ, ഡിയർ ഫാദർ എന്നൊക്കെ നമുക്ക് എഴുതാം. അതിനുശേഷം ബോഡി ഓഫ് ദി ലെറ്റർ. നെക്സ്റ്റ് നമുക്ക് എന്താണോ അവരോട് പറയാനുള്ളത് അതാണ് എഴുതേണ്ടത്. അതാണ് കണ്ടൻറ് ഓഫ് ദി ലെറ്റർ അല്ലെങ്കിൽ ബോഡി ഓഫ് ലെറ്റർ എന്ന് പറയുക. ലാസ്റ്റ് ക്ലോസിങ്. ലാസ്റ്റ് റിഗാർഡിങ് ടു ഓൾ അവർ ഫ്രണ്ട്സ് ദെയർ, സീ യു സൂൺ, ടേക്ക് കെയർ, വിത്ത് റിഗാർഡ്സ്. ഇത്രയും ക്ലോസിങ് പാർട്ടിൽ വരുന്നതാണ്. അത്രയും പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഫ്രണ്ട്ലി ലെറ്റർ ആണ് എഴുതുന്നതെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ട്, അതായത് ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഐ റീച്ച്ഡ് ഗോവ വിത്ത് മൈ പാരൻസ്, ഞാൻ ഗോവയിൽ എൻ്റെ പാരൻസിനോടൊപ്പം പോയി എന്നത്രയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തൊക്കെ വച്ചിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സെൻറ്റേഴ്സിൻ്റെ അഡ്രസ്സ് വേണം, അതായത് ആരാണോ കത്തെഴുതുന്ന അവരുടെ അഡ്രസ്സ്. സല്യൂട്ടേഷൻ വേണം, ഡിയർ. അതുപോലെ തന്നെ ബോഡി വേണം. ലാസ്റ്റ് ക്ലോസിങ്ങും വേണം. ഇത്രയുമാണ് നമ്മുടെ ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്കിനി ഒരു ലെറ്റർ ഇന്ന് നോക്കാം. The boy in the story, how far is the river, is thrilled after visiting the river. അതിനുശേഷം ആ കുട്ടി അവൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതുന്നതാണ് ഇവിടെ ഉള്ളത്. കാവേരി, ഗോൾഡൻ സ്ട്രീറ്റ്, വീർനഗർ, മുംബൈ, ജൂൺ 28, 2023. ഡിയർ ഫ്രണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. റിവർ കാണാൻ പോയ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് എഴുതുന്നുണ്ട്. നെക്സ്റ്റ് താഴെ വിത്ത് റിഗാർഡ്സ്, ലാസ്റ്റ് ക്ലോസിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വായിക്കാം. കാവേരി, ഗോൾഡൻ സ്ട്രീറ്റ്, വീർനഗർ, മുംബൈ, ജൂൺ 28, 2023. Dear friend, how are you? Hope you are keeping fine. It has been a long time since we met. I want to share glad news with you. You know, my great ambition was to see the river hide behind the mountain. It was a thrilling experience to visit the river. I started my trip through the dense forest when my parents had gone to visit the relatives for the entire day. I packed a loaf of bread in a newspaper and started my journey to the river. It was an adventurous trip. I could meet on 3 people on my way to the river. I enjoyed the silence of the forest. It was a fantastic experience to see the beauty of the river. I miss you a lot. Convey my best regards to all. With regards, കാവേരി. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ പേര് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഴുതാം. അപ്പോൾ ഫ്രണ്ട്സിന് കത്ത് എഴുതുമ്പോൾ ഇതുപോലുള്ള മാറ്റർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. Next, 10th question. Prepare a magazine on the topic Save Planet Earth. You can include the following items in your magazine: poem, poster, short stories, slogan, riddles, description, painting, photos, അതുപോലെ തന്നെ വേർഡ് പസിൽ. ഇപ്പോൾ കൂട്ടുകാരൊരു മാഗസീൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാഗസീൻ തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് മാഗസീൻ എന്ന് കൊടുക്കുക. സെക്കൻഡ് പേജിൽ സേവ് പ്ലാനറ്റ് എർത്ത് എന്ന് കൊടുക്കുക. അതിനകത്ത് മനോഹരമായ ചിത്രങ്ങൾ കൊടുക്കാം. അതിനുശേഷം പോയംസ്, 5-6 പോയംസ് 5 പേപ്പറുകളിലായിട്ട് എഴുതുക. നെക്സ്റ്റ് പോസ്റ്ററുകൾ ശേഖരിച്ച് അത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റോറീസ് കൊടുക്കുക. ഓരോരോ പേജിലായിട്ട് ഓരോന്ന് കൊടുത്ത് വളരെ മനോഹരമാക്കി ഒരു മാഗസീൻ തയ്യാറാക്കുക. നെക്സ്റ്റ് 11th question. Find the words that convey the same ideas and write them in the space provided. വാക്കിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിനോണിം എന്ന് പറയും. A word or phrase which has the same or nearly the same meaning is that of another word. ഇവിടെ നോക്കാം. വാക്ക്, മാർച്ച്, സ്ട്രൈഡ്, പിന്നെ എന്തൊക്കെയാണ്? സ്റ്റെപ്പ്, ത്രെഡ്. നെക്സ്റ്റ് സ്റ്റോപ്പിന് എന്തൊക്കെയാണ്? നോക്കൂ. പൗസ്, ബ്ലോക്ക്, ഫിനിഷ്, ക്ലോസ്. നെക്സ്റ്റ് ആസ്ക്, നോ, അത് ക്വറി, ഹിറ്റ്, ഡിമാൻഡ്, റിക്വസ്റ്റ്. ഡിസൈഡ്, നോ, യെസ്, ഡിറ്റർമൈൻ, എഗ്രി, കൺക്ലൂഡ്, ചൂസ്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട്സ് നിങ്ങളും കണ്ടെത്തി എഴുതുക കേട്ടോ. നെക്സ്റ്റ് 12th question. ചോദ്യം നോക്കാം. ലുക്ക് അറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ്. ദ ബോയ് വാക്ക്ഡ് അലോങ് ദി പാത്ത്. ഇവിടെ അഡ്ജക്റ്റീവ് വേർഡ്സിനൊക്കെ റൗണ്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്ജക്റ്റീവ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് വിച്ച് ഡിസ്ക്രൈബ് നൗൺസ് ഓർ പ്രൊനൗൺസ് ആർ ടേംഡ് ആസ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓർ അഡ്ജക്റ്റീവ്സ്. ഒരു വേർഡ്സിനെ അല്ലെങ്കിൽ ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിനെ, ഒരു വാക്കിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയൊക്കെ അല്പൂടെ അഡ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് പറയാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുന്നിലായിട്ട് കയറ്റി പറയുന്ന
വാക്കുകളെയാണ് എന്ത് പറയുന്നത്, അത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ബോയ്ക്ക് സ്റ്റഡി ബോയ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓരോന്നിനും ടിക്ക് മാർക്ക് കൊടുക്കാം. നെക്സ്റ്റ് ദ യങ് ബെയർഫുട്ട്. വിച്ച് സെൻറ്റൻസ് ഈസ് ടെൽ യു ബെയർഫുട്ട് അടുത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് സ്റ്റഡി, അതുപോലെ തന്നെ സ്റ്റോണി പാത്ത്. ഇതെല്ലാം എന്താണ്, അഡ്ജക്റ്റീവ്സുകളാണ്. നെക്സ്റ്റ് നോക്കാം. ഹിയർ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ദി സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ, റീഡ് ഇറ്റ് കെയർഫുള്ളി. ഇവിടെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറയുന്ന പാഠഭാഗത്തിലാണ്. ജസ്റ്റ് ഒന്ന് വായിക്കുക. ആൻസർ നോക്കൂ. ഡിസ്ക്രൈബിംഗ് വേർഡ്സുകളും നെയിമിംഗ് വേർഡ്സുകളും പിക്ക് ചെയ്ത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ക്രൈബിംഗ് വേർഡ്സുകൾ നോക്കാം. കോൾഡ്, സ്ട്രൈക്കിംഗ്, ഡസ്റ്റി, ഷാർപ്പ്. നെയിമിംഗ് വേർഡ്സ് വാട്ടർ, സൺ, പാത്ത് ആൻഡ് ബോയ്. 13th ക്വസ്റ്റ്യൻ നോക്കാം. ഹേ റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പാത്ത് ആൻഡ് ടേക്ക് നോട്ട് ഓഫ് ദി വേർഡ്സ് ഇൻ ദ ബോൾഡ്. ബോൾഡിൽ എഴുതിയിരിക്കുന്ന വേർഡ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ഇവയെല്ലാം പ്രപ്പോസിഷൻസുകളാണ്. അപ്ലൈ ദ മിസ്സിംഗ് പ്രപ്പോസിഷൻസ് ഓൺ ദ സൈൻ ബോർഡ്. ഈ സൈൻ ബോർഡിൽ പ്രപ്പോസിഷൻസുകളൊക്കെ മിസ്സായിട്ടുണ്ട്. അത് നമ്മളോട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ. ഡു നോട്ട് പാർക്ക് ഓൺ ഡബിൾ യെല്ലോ ലൈൻസ്. നെക്സ്റ്റ് രണ്ടാമത്തത് ഡോണ്ട് ഡ്രൈവ് ഇൻ ദി പാർക്ക്. നെക്സ്റ്റ് വാക്ക് ഓൺ ദി റൈറ്റ്, ഡ്രൈവ് ഓൺ ദി ലെഫ്റ്റ്. നെക്സ്റ്റ് കീപ് അവേ ഫ്രം വൈൽഡ് ആനിമൽസ്. നെക്സ്റ്റ് ഹൈലി ഇൻഫ്ലമബിൾ, ഹാൻഡിൽ വിത്ത് കെയർ, ബിവെയർ ഓഫ് ഡോഗ്സ്. നെക്സ്റ്റ് നോക്കൂ. ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് പ്രപ്പോസിഷൻസ്. ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഗിവൻ ഫോർ യു. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ ചിത്രം നോക്കിക്കൊണ്ട് നമ്മളൊരു പാരഗ്രാഫ് എഴുതണം. എന്നിട്ട് പാരഗ്രാഫിൽ നമ്മൾ പ്രപ്പോസിഷൻസ് കൊടുക്കില്ലേ, ആ പ്രപ്പോസിഷൻസ് എല്ലാം അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കാം. ആൻസർ. ആൻ ഓൾഡ് മാൻ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. ഓൺ എന്ന് പറയുന്നത് പ്രപ്പോസിഷനാണ്. നെക്സ്റ്റ് നോക്കൂ. ഹി ഈസ് ലുക്കിംഗ് അറ്റ് ദി ചിൽഡ്രൻ. അദ്ദേഹം കുട്ടികളെയാണ് നോക്കുന്നത്. അറ്റ് എന്ന് പറയുന്നത് പ്രപ്പോസിഷനാണ്. ദി ഗേൾ ഈസ് ഫ്ലൈയിങ് വിത്ത് എ കൈറ്റ്. പെൺകുട്ടി പട്ടം പറത്തുകയാണ്. വിത്ത് എന്ന് പറയുന്നത് പ്രപ്പോസിഷനാണ്. ദി കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ ദി എയർ. ഇന്ന് പ്രപ്പോസിഷനാണ്. എ പ്ലക്കാർഡ് ഈസ് ഫിക്സ്ഡ് ഓൺ ദി ട്രീ. പ്രപ്പോസിഷനാണ് ഓൺ. ദ ബോയ് ഈസ് ലൈയിങ് ഓൺ ദി ഗ്രൗണ്ട്. ഹി ഈസ് റൈറ്റിംഗ് വിത്ത് ദ പെൻ. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ ദി ബ്രാഞ്ച് ഓഫ് ദി ട്രീ. There is iron fencing around the tree. A walk stick is there beside the old man. There are flowers on the plants. ബോൾഡ് ആയിട്ടുള്ള ബ്ലാക്ക് ലെറ്റേഴ്സിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സുകളൊക്കെ പ്രപ്പോസിഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു. ഹൗ ഫാർ ഈസ് ദ റിവർ, നദി എത്ര ദൂരമുണ്ട്. വളരെ മനോഹരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. അതിനെ തുടർന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചാപ്റ്ററും അതുപോലെ സമ്മറിയൊക്കെ എഴുതി വെച്ച് പഠിക്കുക. പാഠഭാഗത്തു നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ തക്കത്തിൽ എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ലെറ്റർ എഴുതാൻ പഠിച്ചിരിക്കുക, ഡിസ്ക്രൈബ് ചെയ്യാൻ പഠിക്കുക, ആ കുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാൻ പഠിക്കുക. നെക്സ്റ്റ് സമ്മറിയും പഠിച്ചു വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരുന്നാലും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്